ഞങ്ങളെന്ന് വന്നിട്ടുള്ളത് പൊന്നാണി പള്ളിയുടെ തൊട്ട് ബാക്കിലുള്ള മുട്ടപ്പത്തിലും ബീഫും കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടുത്തെ ചരിത്രങ്ങൾ നമ്മളൊന്ന് കേട്ടോക്കാം. ഇവിടെ തന്നെ എവിടാ പൊന്നാണി ഭാത്താ? ഇതെത്ര കാലമായി തുടങ്ങിയിട്ട്? ഒരുപാട് കൊല്ലായി. എന്നാലും നിങ്ങളെ ചെറുപ്പകാലത്തുണ്ടോ? എൻ്റെ ചെറുപ്പകാലത്തുണ്ട് ഉണ്ടല്ലേ. പിന്നെ എനിക്കാകെ എന്താ ഒരു 72 വയസ്സുണ്ടായുള്ളൂ. 72 വയസ്സുണ്ടാ? കണ്ടാ പറയില്ലട്ടെ നിങ്ങളെ കണ്ടാലൊരു 50 വയസ്സ്. എന്നിട്ട് നിങ്ങളുമായിട്ടുള്ള പേരക്കുട്ടികളൊക്കെ അപ്പൊ നിങ്ങളെ ചെറുപ്പകാലത്തുണ്ടാവില്ലേ ഈ കട? പിന്നെ അപ്പൊ ബലിക്കൊക്കെ നിങ്ങളെ പ്രായമല്ലേ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഈ നടത്തുന്നോൽക്ക്? ഓല പാരുണ്ടാക്കിയതാ? ഓല പാരുണ്ടാക്കിയ കട? ഈ കോളൊക്കെ അന്ന് തന്നെയല്ലേ പള്ളി പണിയുന്ന സമയത്തൊക്കെ കോളുണ്ടായതാണ്. ഒറ്റ മരം കൊണ്ട് പണിത വല്യ ഒറ്റ മര തേക്കോണ്ടാ? ഇതിന്റെ ബാക്കി പള്ളി പണിയുണ്ട്. അതിനപ്പുറം നിങ്ങളെവിടെ? ഞങ്ങള് ഇവിടെ വലിയൊരു കറി. ഇവിടെ തന്നെ കുറച്ചാണ് പോയിട്ട് ഒരു 30 കിലോമീറ്റർ രാത്രി 10 മണി വരെ ഉണ്ടാവൂലേ? പിന്നെ ഈ രാവിലെ വരുന്നതൊക്കെ പാഞ്ഞു വരികയാണെന്നുള്ള ആൾക്കാരുടെ രാത്രി 10 മണി വരെ ഉണ്ടാവും. ഈ തിരക്ക് കഴിഞ്ഞാൽ കഴിയാതെ എല്ലാം കൂടെ ഒന്നിച്ച് കാര്യമില്ല. അപ്പൊ അതാണ് നമ്മളിപ്പോ ഇത്രയും കേട്ട കഥ കേട്ടത്. കാക്ക അമ്മക്ക് കഥ പറഞ്ഞു. നമ്മക്കുള്ള സാധനം കിട്ടിയിക്കണേ. ഈ കണ്ട ആൾക്കാരൊക്കെ തിന്നാനായിട്ട് വന്നോട്ടോ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ തിന്ന നല്ല അടിപൊളിയായിട്ട് ഒരു ബീഫിന്റെ കഷ്ണം കണ്ടെടുത്തിട്ട് ഒരു ചെറിയൊരു 10 പീസ് കൊടുത്തിട്ട് കോളം മുട്ടപ്പത്തിരി ജോൺസമാശി കാണിച്ചു തരാൻ പോണത് മുട്ടപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കണമെന്നാണ്. കണ്ടോളി. രണ്ട് ചെറുപ്പന്മാരെ നമുക്കുള്ളത്.